തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. നമ്മളോടൊപ്പം ഇന്നുള്ളത് കൊല്ലത്തിന്റെ മേയർ ഹണി ബെഞ്ചമിനാണ്. ഹണി ബെഞ്ചമിനെ അങ്ങനെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, കാരണം ആദ്യമായിട്ടല്ല മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. നിരവധിയായ തവണ എത്തി. കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. വീണ്ടും ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് നമ്മുടെ സംസ്ഥാനം കിടക്കുകയാണ്. എങ്ങനെ കാണുന്നു ഇപ്പോൾ? നമ്മൾ വികസന പ്രവർത്തനം എന്ന് പറയുമ്പോൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നതിലെ കൊല്ലം കോർപ്പറേഷനും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വളരെയധികം ആത്മവിശ്വാസമുണ്ട്. വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തിൽ കൊല്ലം കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തും. ഇതിൽ ഏറ്റവും പ്രധാനം, കാരണം ഹണി ബെഞ്ചമിൻ വീണ്ടും മത്സരിക്കുമോ എന്നുള്ള ചോദ്യം സമൂഹമാധ്യമങ്ങളിലടക്കമുണ്ട്, നമ്മുടെ വോട്ടർമാർക്കിടയിലുണ്ട്. കാരണം കൊല്ലത്തിന്റെ നഗരഹൃദയത്തിൽ പരിചിതമായൊരു മുഖമാണ്. അത് തീരുമാനിക്കേണ്ടത് എന്റെ പാർട്ടിയാണ്. മത്സരരംഗത്തുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അതുകൊണ്ട് അന്തിമ തീരുമാനം പാർട്ടി എടുക്കും. ഒരു ഉയർച്ച നമ്മുടെ നിലവിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടി പാർട്ടി നേതൃത്വം കാണുന്നു എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. വ്യക്തിപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഒരു വ്യക്തിപരമായ ഒരു ആഗ്രഹമോ വ്യക്തിപരമായ താല്പര്യമോ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ. അപ്പം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ആരെന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റേക്ക് ഒരു ഒരുക്കങ്ങൾ അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ കാര്യമായി കൊണ്ടുപോയിട്ടുണ്ടോ? ഇത്തരം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കൃത്യമായ ഒരു അവലോകനം പൂർത്തിയാക്കി കഴിഞ്ഞു? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും. അതിൻ്റെതായ നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളും ആലോചിച്ച് തീരുമാനമെടുത്ത് അതിന്റെ അന്തിമഘട്ടത്തിലാണ്. വികസനമായിരിക്കും കൊല്ലം കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും വികസനം തന്നെയായിരിക്കും. കാര്യം ജനങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലെ വികസന പ്രവർത്തനം പൂർത്തീകരിക്കാനും അതിന്റെ 90% എത്തി നിൽക്കുന്ന ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു നഗരസഭയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുരീപ്പുഴയിലെ ബയോമൈനിങ്. അത് കേരളത്തിൽ തന്നെ ആദ്യം ചെയ്ത ഒരു നഗരസഭയായി കൊല്ലം കോർപ്പറേഷൻ നിൽക്കുകയാണ്. മേയറോട് ചോദിക്കാതിരിക്കാൻ കഴിയില്ല, കാരണം UDF പ്രധാനമായി ഉയർത്തുന്ന വിഷയം തെരുവുവിളക്കാണ്, രണ്ടാമത് മാലിന്യവുമാണ്. ഈ രണ്ട് വിഷയത്തിൽ എന്താണ് UDF അത്തരമൊരു ക്യാമ്പയിനിലേക്ക് പോകുന്നത്? UDFന് വേറെ ക്യാമ്പയിൻ ചെയ്യാനൊന്നുമില്ല. കാര്യം കൊല്ലം കോർപ്പറേഷൻ അതിവിദൂരമായി വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു രാത്രി ഇറങ്ങി കോർപ്പറേഷന്റെ 55 ഡിവിഷനുകളും സന്ദർശിച്ചാൽ ഇത്രയും പ്രകാശപൂരിതമായി ലൈറ്റ് കത്തിക്കിടക്കുന്ന ഡിവിഷനുകൾ 55 ഒരേപോലെ കണ്ടുകൊണ്ട് ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ 99 ലൈറ്റ് കൊടുത്തു, പിന്നെ 46 LED കൊടുത്തു, 66 LED കൊടുത്തു, ഇപ്പൊ 166 LED. ചില ഡിവിഷനുകളിൽ LED ട്യൂബ് മാറ്റിയാൻ ഇല്ല, അത്രമാത്രം LED കൊണ്ട് സമ്പൂർണ്ണമായിട്ടുണ്ട്. അപ്പൊ വികസനം ഇനിയുണ്ടോ കോർപ്പറേഷനിൽ? കാരണം സ്വാഭാവികമായി സ്വപ്നങ്ങൾ കാണും, ആഗ്രഹങ്ങൾ കാണും ഏതൊരു ഭരണസമിതിക്കും. അത്തരം ആഗ്രഹങ്ങൾ ഇനി ബാക്കിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. നെറ്റ്വർക്കിംഗ് പല ഡിവിഷനുകളിലും പൂർത്തീകരിച്ചു. പക്ഷെ എന്നാൽ നമുക്കറിയാം, നമ്മുടെ പട്ടണത്തിലെ ഇതൊന്നും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകിപ്പിച്ച ഒട്ടേറെ നെറ്റ്വർക്കിംഗ് ഡിവിഷനുകളിൽ നടക്കാതെ പോയതുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വാക്വം ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, റോഡ് കുഴിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഏറ്റവും ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ STP പ്ലാന്റ് കമ്മീഷൻ ചെയ്യാനുള്ള പ്രവർത്തനത്തിന്റെ എല്ലാം പൂർത്തീകരിച്ച് DPR കൌൺസിൽ അംഗീകരിച്ചു. അതിപ്പോ ഉടനെ എഗ്രിമെന്റും വെച്ചു. അതിന്റെ ബാറ്റൺ കൈമാറുമ്പോൾ ഒരു സീവേജ് പ്ലാന്റ് എന്ന ലക്ഷ്യം കൂടിയാണ് അവർക്ക് കൈമാറി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പുതിയ കൌൺസിലിന് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഒരുക്കി കൊടുത്തിട്ടാണ് നഗരസഭ ഈ ടേമിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. കോർപ്പറേഷൻ ഡിവിഷനിലേക്ക് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ ഉറപ്പായും മത്സരിക്കും. പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിക്കും. ഒരു നിയമസഭയിലേക്കായാലും മത്സരിക്കും. ഉത്തമ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ പാർട്ടി പറയുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എന്ത് ചെയ്യണം, ഇവിടെ നിൽക്കണ്ട, വേറൊരിടത്ത് പോയി പ്രവർത്തനത്തിൽ ചെയ്യാൻ പറഞ്ഞാൽ അത് തന്നെ ചെയ്യും. ഈ ടൈം മത്സരിക്കണ്ട എന്ന് പറഞ്ഞു. വീട്ടിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണെന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും എന്റെ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് പാർട്ടി പ്രവർത്തനം, അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയപരമായ മറ്റു കാര്യങ്ങൾ, സ്വാഭാവികമായും അധികാരമുണ്ട്, മേയറാണ്, ഒരുപാട് ചുമതലകളുണ്ട്. ഇതെല്ലാം ഇതിനു ശേഷമാണ് ചെയ്യുന്നത്. അതെ, ഞാൻ എന്റെ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിച്ചിട്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. അതിലൊന്നും ഒരു തടസ്സവും എന്റെ വീട്ടിലെ ജോലിക്കോ അതിലെന്റെ മകനും ഹസ്ബൻഡും നന്നായി ഹെൽപ്പ് ചെയ്യാറുണ്ട്. മകളുണ്ടായിരുന്നു, മകള് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട്. എന്റെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഏറ്റവും സംതൃപ്തിയാണെന്ന് തന്നെയാണ്. മേയർ നിലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ മാത്രമാണ് കിട്ടിയത്. അതിൽ പരിപൂർണമായും സംതൃപ്തിയാണോ? കാരണം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
പൂർത്തീകരിക്കുന്ന പാതയിലാണ്. കുറേ കാര്യങ്ങൾ നേരത്തെ എന്നോട് സൂചിപ്പിച്ചത് കുറേ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന പാതയിലാണ്. പക്ഷേ ഒരു ആത്മസംതൃപ്തിയോടാണോ ഇറങ്ങി പോകുന്നത്? തീർച്ചയായിട്ടും. കാര്യം ഒരു 8 മാസത്തെ മേയർ എന്ന് പറയുമ്പോൾ ആ 8 മാസം കൊണ്ട് ചെയ്യാവുന്നത് എൻ്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. കാര്യം ഈ STP പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള വാക്കൺ ടെക്നോളജി അടക്കം അതിൻ്റെ പുതിയ ടെക്നോളജി പോയി കാണുകയും മനസ്സിലാക്കുകയും ആ ടെക്നോളജി ഇവിടെ കൊണ്ടുവന്ന് അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ DPR എഗ്രിമെന്റ് വരെ പൂർത്തീകരിച്ചിട്ടാണ്. അതിലേറെ കൊല്ലം പട്ടണത്തിൽ വരുന്ന ഒരു മനുഷ്യൻ വിശക്കാൻ പാടില്ല. അത് നമ്മളെ സംബന്ധിച്ചൊരു മനുഷ്യന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. പ്രഭാത ഭക്ഷണം കൊടുക്കുക, അത് കൊടുത്തു. ഈ അത്യാവശ്യം 25-26 എല്ലാ പ്രോജക്റ്റുകളും ഇംപ്ലിമെന്റിങ്ങിന്റെ ഒരു 70% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹണി ബെഞ്ചമിൻ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളതാണ്. മത്സരരംഗത്തേക്കില്ല, ചുക്കാൻ പിടിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടി നിർദ്ദേശം നൽകിയെന്നാണ് പുറത്തേക്ക് കേൾക്കുന്നത്. തീർച്ചയായിട്ടും എന്താണ് പാർട്ടി തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അത് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കും. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകയെ തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റമില്ല. നേരത്തെ ചോദിച്ച ഒരു സസ്പെൻസ്, കാരണം ഡിവിഷനിലേക്കില്ലെങ്കിൽ നിയമസഭയിലേക്ക് ഹണി ബെഞ്ചമിന്റെ പേര് കാണും. അത് പാർട്ടിയാ തീരുമാനിക്കണ്ടേ, പാർട്ടിയാണ്. 8 മാസക്കാലമാണ് കൊല്ലം കോർപ്പറേഷന്റെ മേയറായി ഹണി ബെഞ്ചമിൻ ഇരുന്നിട്ടുള്ളത്. പക്ഷേ വളരെ സന്തോഷത്തോടെയാണ് ആ 8 മാസത്തെ പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഒപ്പം പാർട്ടി പറയുന്ന ഏത് ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകും എന്നുകൂടി ഹണി ബെഞ്ചമിൻ വ്യക്തമാക്കുന്നു. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.